ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നു കഴിഞ്ഞാൽ രാജിവെക്കുമെന്നാണ് ഇസ്രായേലിന്റെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ബെസലേം സ്മൂത്രിച്ച് ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഈ ഡീല് ഇസ്രായേലിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഈ ഒരു ഡീല് സറണ്ടർ ഡീലാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒന്ന് ആലോചിച്ചോണേ, ആ സറണ്ടർ എന്നുള്ളത് ഒന്ന് പോയിന്റ് ചെയ്ത് വെച്ചോണേ. ഈ സറണ്ടർ ഡീലാണ് എന്ന് പറയുന്ന ഞാനല്ല, ഇസ്രായേലിൻ്റെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള വലതുപക്ഷ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഫിനാൻസ് മിനിസ്റ്ററാണ് ഇദ്ദേഹമാണ് പറയുന്നത് ഇതൊരു സറണ്ടർ ഡീലാണെന്ന്. അതായത് ഈ ഒരു ഡീല് നടന്നു കഴിഞ്ഞാൽ അതൊരു കീഴടങ്ങലായി പോകും എന്ന രീതിയിലാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗം ഞാനിവിടെ കൊടുത്തേക്കാം. ഇസ്രായേലിലെ ഒരു വിഭാഗം മന്ത്രിമാർക്ക് അറിയാം, അതായത് ഇസ്രായേലിന് കാര്യമായ നേട്ടമൊന്നും ഈ ഒരു യുദ്ധത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്ന്. ഈ ഒരു ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത് ഈ ഒരു സീസ് ഫയറിന് പോകാതെ, അതായത് വെടിനിർത്തലിന് പോകാതെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഈ ഒരു ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത്. അതായത് മുഴുവൻ സ്ട്രിപ്പും കൈയടക്കി ഹമാസിനെ അവിടെ നിന്ന് പുറത്താക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഹമാസിനെ അവിടെ നിന്ന് പുറത്താക്കണം. അതായത് ഈ പറയുന്ന വിധത്തിൽ തന്നെ ഹമാസിൻ്റെ സാന്നിധ്യം അവിടെ ശക്തമായി തന്നെ ഉണ്ട് എന്നൊരു ധ്വനിയും നമുക്ക് അവിടെ നിന്ന്, അതായത് ഇസ്രായേലിൻ്റെ തന്നെ ഒരു മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അത് സംബന്ധിച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അതോടെ വായിച്ചിട്ട് മാത്രം കമൻ്റ് ഇടുക. വെടിനിർത്തൽ ഉണ്ടായാൽ റിസൈൻ ചെയ്യും, അതായത് രാജിവെക്കുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം മാത്രമല്ല ഇത് പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിൻ്റെ തന്നെ സെക്യൂരിറ്റി മിനിസ്റ്റർ ഉണ്ട്, അദ്ദേഹവും പറയുന്നുണ്ട് ഈ ഒരു വെടിനിർത്തൽ സീസ് ഫയർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും രാജിവെക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിലെ മറ്റൊരു മന്ത്രിയാണ്. എന്നാൽ ഇത്തരം മന്ത്രിമാരുടെ എതിർപ്പുണ്ടായാലും വെടിനിർത്തൽ കരാറിനെ കാര്യമായി ബാധിക്കാനായിട്ട് സാധ്യതയില്ല. അതായത് ഇസ്രായേലിന് തന്നെ അറിയാം ഈ ഒരു യുദ്ധം ഇത്രയും നാൾ കൊണ്ടുപോയിട്ട് അവർക്കൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ല. പിന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോയിട്ടും വലിയ കാര്യമുണ്ട് എന്ന രീതിയിൽ അവർക്കും തോന്നുന്നില്ല. കാരണം ഹോസ്റ്റേജസൊക്കെ ഇപ്പോഴും ഹമാസിൻ്റെ കൈകളിൽ തന്നെയാണ്. അവരെ വിട്ടുകിട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യവുമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇസ്രായേലിൽ തന്നെ പ്രതിഷേധം വളരെയധികം കനക്കാനാണ് സാധ്യത കൂടുതൽ. ഈ ഒരു ഡീല് നടന്നില്ലെങ്കിലുള്ളൊരവസ്ഥയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഹോസ്റ്റേജസ് ആയിട്ടുള്ള ആൾക്കാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം തന്നെ തെരുവിലേക്ക് ഇറങ്ങുകയും ഓൾറെഡി അവർ സമരത്തിലാണ്. അതായത് ഇസ്രായേലിലെ തന്നെ ഒരു വിഭാഗം ജനങ്ങൾ കൂടി അവരോടൊപ്പം ചേർന്ന് നല്ല രീതിയിലുള്ളൊരു പ്രതിഷേധം അത് ഇസ്രായേലിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു 15 മാസമായിട്ടും ഇസ്രായേലി ബന്ധികളെ കണ്ടെത്തുകയോ അവരെ മോചിപ്പിക്കാനോ സാധിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ പക്കൽ മറ്റൊരു മാർഗവുമില്ല എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ വരുന്നത്. അവർ തീർച്ചയായിട്ടും ഒരു വെടിനിർത്തലിലേക്ക് തന്നെയായിരിക്കും പോകാൻ പോകുന്നത്. നമുക്കറിയാം ഈ ഒരു വെടിനിർത്തൽ കരാറിൽ മേൽനോട്ടം വഹിക്കുന്നത് അമേരിക്കയും അതുപോലെ തന്നെ ഈജിപ്തും അതുപോലെ തന്നെ ഖത്തറുമാണ് ഈ ഒരു വെടിനിർത്തൽ കരാറിന് മേൽനോട്ടം വഹിക്കുന്നത്. ഈ കരാർ പ്രാബല്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താൽക്കാലികമായിട്ടെങ്കിലും മിഡിൽ ഈസ്റ്റിൽ ആ ഒരു മേഖല സമാധാനത്തിലേക്ക് മടങ്ങിപ്പോകുന്നതായിരിക്കും. അതായത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പൈശാചികമായിട്ടുള്ള യുദ്ധമാണ് നമ്മൾ ഈ ഒരു വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാമാണ് നടന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് സ്കൂളുകൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, ഇത്തരം ഒരു യുദ്ധത്തിൽ ഒരിക്കലും ആക്രമിക്കപ്പെടരുത് എന്ന് പറയുന്ന സ്ഥലങ്ങളാണ് ഇസ്രായേലി സേന യാതൊരു നിയമം പോലും നോക്കാതെ ആക്രമിച്ച് നശിപ്പിച്ചത്. അതായത് ഒരു യുദ്ധത്തിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ പോലും ഈ ഒരു യുദ്ധത്തിൽ ഇസ്രായേലി സേന പാലിച്ചിട്ടില്ല എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. എന്തിനു പറയാൻ, അതായത് ഇസ്രായേലി സേന തന്നെ പറഞ്ഞു ഇതൊരു സേഫ് സോണാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോലും ഇസ്രായേലി സേന ആക്രമണം നടത്തി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പിന്നെ അതിനേക്കാളും കൂടുതലായിട്ട് നമുക്കൊന്നും പറയേണ്ടി വരത്തില്ല. അത്ര കണ്ട് രൂക്ഷമായിരുന്നു ഇസ്രായേലി സേനയുടെ ആക്രമണം എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇനി ഇത്തരമൊരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമസ്കാരം.